ഹലോ, ഞങ്ങൾ ശ്രീലങ്കയിലെ യാത്രയിൽ പെട്ടെന്നുണ്ടായൊരു പ്ലാനിങ് ആണ്. ഞങ്ങൾ റൂമിൻ്റെ തൊട്ടടുത്ത് കൊളംബോ റെയിൽവേ സ്റ്റേഷനടുത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അതിൻ്റെ അടുത്ത് 3.5 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഞങ്ങൾക്ക് ഇന്ത്യ പാകിസ്ഥാൻ വുമൻസ് വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് പോവാന്ന് വിചാരിച്ച്. അവിടെ ചെന്നപ്പോഴാണെങ്കിലോ ടിക്കറ്റ് ഫ്രീയും. പുറത്തുനിന്ന് ഫ്ലാഗ് അടിച്ച് 100 ശ്രീലങ്കൻ റുപ്പീസ് കൊടുത്തിട്ടാണ് പുറത്തുനിന്ന് ഫ്ലാഗ് അടിച്ചത്. അതേപോലെ ഉള്ളിൽ കയറിയപ്പോൾ ഫ്രീ ആയിട്ട് അവിടെ ഇന്ത്യൻ്റെ ഫ്ലാഗൊക്കെ മുഖത്തടിക്കുന്നത്. അങ്ങനെ ഉള്ളിൽ കയറാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് ഒരു ക്രിക്കറ്റ് മാച്ച് കാണാൻ പോകുന്നത്, അതും വുമൻസ് വേൾഡ് കപ്പ്, അതും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കളി. അതൊക്കെ നേരിട്ട് ഇത്ര ഫ്രീ ആയിട്ട് കിട്ടുകാരും നമുക്ക് ലോട്ടറി അടിച്ച പോലെയായി. ഞാൻ ആദ്യമായിട്ടാണ് ക്രിക്കറ്റ് കളി കാണാൻ പോകുന്നത്, വേറെ കാര്യമോ. എന്തായാലും സ്റ്റേഡിയത്തിൽ ഫുള്ള് എന്താ ആവേശത്തിലാണ്. എന്തായാലും ഇന്ത്യൻ പാകിസ്ഥാൻ്റെ കളിയുടെ ആവേശം ഇത്രക്ക് ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഇന്ത്യക്കായിരുന്നു എന്തായാലും ഫസ്റ്റ് ബാറ്റിങ്. എന്തായാലും ഇത്ര തൊട്ടടുത്ത് കളി കാണാൻ പറ്റുക അത് ലോട്ടറി അടിച്ച പോലെ ആയി. ഇത് നമ്മുടെ ജേഴ്സി നമ്പർ 5 ജിമ്മി, ആള് നൈസാട്ടാ. നമ്മുടെ സ്മൃതി മന്ദാനെ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, അത് തൊട്ടടുത്ത് അത് കാണാൻ പറ്റി, എല്ലാവരും കണ്ടിക്കണ്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ക്യാപ്റ്റൻ പാവം ഔട്ടായിട്ട് പോവാണ്. എന്തായാലും ആവേശത്തിലിരുന്ന് ആ ആവേശത്തിൽ നാസർ പിടിച്ച് പൊന്തിക്കണില്ല. എങ്ങനെ വേണമെങ്കിൽ പിന്നെ പൊന്തിക്കാൻ പറ്റിയെന്നപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. ക്യാമറമാൻ എങ്ങനെ അവിടെ നിൽക്കണ്ടായിരുന്നു, ക്യാമറയിൽ പെടാൻ വേണ്ടിയിട്ട് ക്യാമറ വന്ന് എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ക്യാമറ ടി വിയിൽ വരുമാവോ. എന്തായാലും ഫുള്ള് ആവേശമായിരുന്നു. ഇത് ബ്രേക്ക് ടൈമിലുള്ള ഡാൻസും പാട്ടൊക്കെ, നല്ല പാട്ട് വെക്കുമ്പോൾ അതിനുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ. എന്തായാലും കളി ഉഷാറായിരുന്നു. ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിക്കുകയും ചെയ്തു.